ഇനി നമ്മൾ പോകുന്നത് മുണ്ടക്കൈയിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ആശങ്കയായി ഭൂമി പ്രശ്നം. 100 വീടുകൾ നിർമ്മിക്കാനായി വാങ്ങിയ സ്ഥലം തോട്ടഭൂമി എന്ന ഭൂവുടമകൾ താലൂക്ക് ലാൻഡ് ബോർഡിന് മുമ്പാകെ മൊഴി നൽകിയെന്നാണ് വിവരം. വിഷയം സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത്. ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുന്നുണ്ട്. സുർജിത്ത്, വിഷയം റവന്യൂ സർക്കാരിന് എത്തിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി പറയുകയാണെങ്കിൽ അവിടെ റവന്യൂ വകുപ്പിൻ്റെ ഒരു നോട്ടീസ് കിട്ടിയ കാര്യം നമ്മളവിടെ പോകുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടതിന് കുഴപ്പമാണോ എന്ന് അറിഞ്ഞുകൂടാ. ആ നോട്ടീസിലാണോ ഈ പറയുന്ന ഈ തോട്ടഭൂമി എന്ന് പറഞ്ഞാൽ ഈ വയനാട് ഭൂമികളൊക്കെ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്കും നിയമപ്രശ്നങ്ങളുണ്ടല്ലോ. വയനാട് ഉള്ള ഭൂമിക്കൊക്കെ പ്രശ്നമുണ്ട്. പ്രശ്നം സങ്കീർണത ഒഴിവാക്കി ആ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അതിനെ അനുവദിക്കല്ലേ വേണ്ടത് സുർജിത്ത്? അത് കൂടുതൽ പ്രശ്നഭരിതമാക്കാനാണോ നോക്കേണ്ടത്? എന്തായാലും സർക്കാരിന് മുമ്പാകെ ഈ വിഷയം എത്തിയിട്ടില്ല എന്നുള്ളത് റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ 1 ഏക്കർ മാത്രമാണ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ ബാക്കിയെല്ലാം തന്നെ പ്ലാന്റേഷൻ ഭൂമിയാണ് എന്നുള്ളതാണ്. 11.21 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് 105 വീടുകളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഏറ്റെടുത്തത്. ഒരു പ്ലോട്ട് ഈ പ്ലോട്ടാണ്. ഇതിൻ്റെ ഏതാണ്ട് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് മറ്റൊരു പ്ലോട്ട്. അങ്ങനെ 2 പ്ലോട്ടുകളിലായാണ് ഈ നിർമ്മാണം നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഭൂമി തരം മാറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം അത് വില്ലേജ് ഓഫീസർ താലൂക്ക് ലാൻഡ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ കാപ്പിത്തോട്ടമായിരുന്നു. കാപ്പിത്തോട്ടമാണ് ഇപ്പോൾ തരം മാറ്റിയ അവസ്ഥ ഉള്ളത്. ഈ നിയമപരമായ സങ്കീർണതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതാണ് ആശങ്ക. ഇത് ഇനി തരം മാറ്റണമെങ്കിൽ ഒരുപക്ഷെ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ ഇലക്ഷൻ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യവഹാരങ്ങൾ അത് നീണ്ടുപോകാനുള്ള കാരണം തന്നെ അവിടുത്തെ വ്യവഹാരങ്ങളാണ്, കോടതിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒക്ടോബർ മാസം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് 6 മാസവും കഴിഞ്ഞാണ് സർക്കാരിന് പോലും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു സാഹചര്യം ഇലക്ഷൻ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ആ അവസ്ഥ തന്നെ ഇവിടെ തന്നെ വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആശങ്ക. ഇതിൽ കൃത്യമായൊരു വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തോട്ടഭൂമി എന്ന് അറിഞ്ഞാണോ മുസ്ലിം ലീഗ് നേതൃത്വം ഈ ഭൂമി വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണം. ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ട മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ്. നമ്മൾ ഈ ഭൂവുടമയുമായി ബന്ധപ്പെട്ടു ഭൂവുടമ താലൂക്ക് റവന്യൂ ലാൻഡ് ബോർഡിന് മുമ്പാകെ ഒരു മൊഴി നൽകിയത് ഇത് തോട്ടഭൂമി ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴി നൽകിയതായുള്ള വിവരമുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് കൈവശമില്ല. നമ്മൾ ഈ ഭൂവുടമയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം വിളിക്കാം, തിരിച്ച് 5 മിനിറ്റ് ശേഷം എന്നോട് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ വിളിച്ചപ്പോഴും അദ്ദേഹം തിരിച്ച് സംസാരിക്കാൻ വേണ്ടി തയ്യാറായില്ല, ഫോൺ എടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശദീകരണം കൃത്യമായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഭൂവുടമ ഇത് തോട്ടഭൂമിയാണെന്നുള്ള തരത്തിലുള്ള വിവരം അത് കൈമാറി എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇത് സങ്കീർണമായി പോകുമ്പോൾ ഇപ്പോൾ 15 ലക്ഷം രൂപ വാങ്ങി ഇതിൻ്റെയൊക്കെ ഭാഗമായി ഈ ഭൂമി വീടിന് വേണ്ടി അപേക്ഷ നൽകിയ ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃശങ്കൂലാവുന്ന ഒരു സാഹചര്യമുള്ളത്. ഇത് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ള ആവശ്യമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി അടക്കം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അഥവാ സങ്കീർണതയുണ്ടെങ്കിൽ അത് സർക്കാർ മുമ്പാകെ എത്തി അത് നടപടികളായി വേഗത്തിൽ തന്നെ ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങണമെന്നുള്ളതാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതേസമയം സർക്കാരിന് മുമ്പാകെ ഈ വിഷയം എത്തിയിട്ടില്ല എന്നുള്ളത് റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഹാഷ്മി, എന്തായാലും പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, ആ തരത്തിൽ പ്രശ്നങ്ങളില്ല. ഇനി തോട്ടഭൂമിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത് വയനാട് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ആണെന്നേ, അത് സർക്കാരിന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഇപ്പോൾ ആര് വീടുണ്ടാക്കിയാലും ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ കേസായിക്കാണ്ട് ആ സങ്കീർണത ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കി കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.